ആദ്യഘട്ടം പോലെ അതിരൂക്ഷമല്ല പ്രതികരണമെങ്കിലും മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയാണ് LDF തീരുമാനം. മാങ്കൂട്ടത്തിലിന്റെ ചെയ്തികൾ കോൺഗ്രസ് നേതാവെന്ന ബാനറിന് കീഴിലാണെന്നും അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ധാർമ്മിക ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആവില്ലെന്നുമാണ് CPM നേതാക്കളുടെ നിലപാട്. കോൺഗ്രസിന്റെ പരിപൂർണമായ പിന്തുണയല്ലേ രാഹുൽ ഉള്ളത്? അന്നും അതെ ഇന്നും അതെ. ഇങ്ങനെയുള്ള എല്ലാവരെയും ആലോചിച്ച് തിരിച്ചു കൊണ്ടുവരാൻ അവർ അതന്നെ ഉദ്ദേശിക്കുന്നത്. സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ സംഘടനാവർക്ക് മുഴുവൻ നടത്താൻ നേതൃത്വപരമായി പങ്കുവഹിച്ചു പാലക്കാട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ജയിലിൽ കിടക്കുക, അല്ലെങ്കിൽ ജാമ്യം കിട്ടിയ സ്ഥാനപ്പടിയിൽ പോയിട്ട് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളായിട്ട് മാറും. അതിലൊന്നും യാതൊരു ഉളുപ്പുമില്ല. MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടാതെ ഇരുന്നത് എന്തേ എന്നും ചോദ്യം. ഇത്രയും ക്രൂരമായി യുവതികളോട് പെരുമാറിയിട്ടുള്ള ഒരാളെ നിയമസഭയിൽ തന്നെ തുടരുന്നതിന് കോൺഗ്രസ് അനുവദിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പാർട്ടി പുറത്താക്കിയ ആളോട് MLA സ്ഥാനം രാജിവെക്കാൻ എങ്ങനെ ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസിന്റെ മറുചോദ്യം. ഞങ്ങൾ എടുത്തതുപോലെ ഒരു നടപടി ആരെടുത്തിട്ടുണ്ട്? ആദ്യം ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തു. പിന്നീട് KPCC പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. പുറത്താക്കിയത് കൊള്ളരുതാത്തവനെന്ന് കണ്ടെത്തിയത് കൊണ്ടെന്നും കോൺഗ്രസിന്റെ വിശദീകരണം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്താൻ കൊള്ളരുതാത്ത ഒരാളാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി ആക്ഷൻ എടുത്തത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല. അതിനിടെ രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടാനാണ് സ്പീക്കറുടെ തീരുമാനം. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പൊതുജന എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ അയോഗ്യനാക്കുന്ന പ്രമേയം അവതരിപ്പിക്കാനാണ് സാധ്യത. പ്രമേയത്തെ UDF പിന്തുണയ്ക്കുമോ എന്നതാണ് ചോദ്യം. മീഡിയ 1 തിരുവനന്തപുരം.